أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1673 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 49-50 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي إن لي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 49-50 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു മാത്രമാണ് സാഴത്തിനെ കുറിച്ച് അറിവുള്ളവൻ. അന്ത്യസമയം, ഉയർത്തെഴുന്നേൽപ്പ് നാൾ എപ്പോ സംഭവിക്കും എന്ന കാര്യം, അതിനെക്കുറിച്ചുള്ള ചോദ്യം തീർച്ചയായിട്ടും തിരികെ എത്തുക അള്ളാഹുവിലേക്കാണ്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു തരാൻ അള്ളാഹുവിന്റെ പ്രവാചകന് പോലും സാധിക്കുകയില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്, തിരികെ എത്തുന്നത്, അതിനുള്ള ഉത്തരം തേടി എത്തുന്നത് അള്ളാഹുവിലേക്ക് തന്നെയാണ് എന്ന കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു. എന്നിട്ട് അതുമാത്രമല്ല, അള്ളാഹുവിന്റെ ഗൈബിയായ ഇൽമ്, അതിന് വേറെയും ചില മേഖലകൾ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫലവർഗങ്ങള്, കായ്ക്കുന്ന വൃക്ഷങ്ങളുടെ, അവയുടെ ഫലങ്ങളുടെ കൂമ്പിൽ നിന്ന് ഫലങ്ങള് പുറപ്പെട്ടു വരുന്നത്, ഏതൊക്കെ അത് കായ പിടിക്കുന്നു, ഏതൊക്കെ ഫലമായി രൂപപ്പെടുന്നു എന്നതൊക്കെ അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഏതൊക്കെ സ്ത്രീകളാണ് ഗർഭിണികളാവുന്നത്, അവരിൽ ആരൊക്കെയാണ് പ്രസവിക്കുക എന്ന കാര്യവും അള്ളാഹുവിന് മാത്രം അറിവുള്ള സംഗതിയാണ്. അവര് ഇങ്ങനെ ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു നാള് വരാനിരിക്കുകയാണ്. അയിന ശുറക്കാഇ എന്ന് പറഞ്ഞു, എവിടെ എന്നോടൊപ്പം പങ്കാളികളാണ് എന്ന നിലക്ക് നിങ്ങൾ പരിഗണിച്ചിരുന്ന നിങ്ങളുടെ
ശരീക്കുകളൊക്കെ, പങ്കാളികളൊക്കെ എവിടെ പോയി എന്നാണ് അവരഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യം. ഒഴിഞ്ഞു മാറുക മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം നിർവാഹമുള്ളൂ. ഞങ്ങളിപ്പോ അതിന്റെ ഒന്നും അവയുടെ ഒന്നും ആളുകളല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുക മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു കാര്യം. അള്ളാഹു അല്ലാത്ത മറ്റാരെയൊക്കെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും അവയൊക്കെയും തന്നെ ഒഴിഞ്ഞു മാറുകയും അവർക്ക് സഹായം ചെയ്യുന്നവരായി രംഗത്ത് വരാതിരിക്കുകയും ചെയ്യുന്ന, തങ്ങൾക്ക് പോയി ഒളിക്കാൻ ഒരിടവും ഇനിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന അനുഭവമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അത് എന്നാണ് അള്ളാഹു നമ്മൾ പഠന വിധേയമാക്കിയ പിന്നിട്ട ആയത്തുകളിൽ പറയുന്നത്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ മനുഷ്യന്റെ പ്രകൃതം, വിശേഷിച്ചും സത്യവിശ്വാസം ഉൾക്കൊള്ളാത്ത, വിശ്വാസപരമായ ദാർഢ്യതയില്ലാത്ത, ചഞ്ചല മനസ്കരായി നിലകൊള്ളുന്ന ആളുകളുടെ മനസ്സിന്റെ ഒരു നിലപാടും അവസ്ഥയും എന്താണ് എന്നത് വ്യക്തമാക്കുകയാണ് അള്ളാഹു. വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള ദൃഢബോധ്യമാണ് മനുഷ്യനെ ഒരു ദൃഢതയുള്ള നിലപാടുള്ള ആളാക്കി മാറ്റുന്നത്, കാര്യങ്ങളിൽ ഒരു നിശ്ചയദാർഢ്യമുള്ളവരാക്കി മാറ്റുന്നത് അതാണ്. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളും സയനിസവും കൈകോർത്തുകൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യത്തിനെ ആക്രമിക്കുകയും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പക്ഷങ്ങളെയും വിലയിരുത്തുമ്പോൾ ആർക്കാണ് നിശ്ചയദാർഢ്യമുള്ളത്, ഏത് പക്ഷത്താണ് ചാഞ്ചല്യമുള്ളത് എന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അമേരിക്കയും ഇസ്രായേലും ഇപ്പോ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് പിന്മാറ്റത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണ്. അവർക്ക് വയ്യാണ്ടായി, ആവില്ല എന്നുള്ള തോന്നലാണ്. എന്ന് പറഞ്ഞാൽ അവരിൽ ചാഞ്ചല്യം വളരെ പ്രകടമായി എന്നർത്ഥം. ഒരാളെയും ദ്രോഹിക്കാൻ ഉദ്ദേശിക്കാതെ, ആർക്കെതിരിലും യുദ്ധം ചെയ്യാൻ മുതിരാതെ, തങ്ങളുടെ ഭൂപ്രദേശം സുരക്ഷിതമായിരിക്കണം എന്ന ഒരു നിലപാട് മാത്രമായി നിലകൊണ്ടിരുന്നവര് അവർക്ക് അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിധത്തിലോ തന്നെ അകാരണമായുള്ള ആക്രമണം നേരിടേണ്ടി വന്നപ്പോ അവര് പോരാടുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പോരാട്ടത്തിൽ നിന്ന്, തിരിച്ചടി നൽകുന്നതിൽ നിന്ന് പിന്മാറാൻ സമയമായിട്ടില്ല. എന്തു തന്നെ നഷ്ടങ്ങൾ ഉണ്ടായാലും അവര് ചാഞ്ചല്യം കാണിക്കാതെ ദൃഢചിത്തതയോടെ പോരാടാനുള്ള സന്നദ്ധതയാണ് കാണിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, വിശ്വാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു ദാർഢ്യതയാണത്. അത് ഒരു നിലപാടാണ്, അതിന് കൃത്യതയുണ്ട്, ഒരു അടിത്തറയുണ്ട്. മറുപക്ഷം അവർക്ക് അനുകൂലമാണ് കാറ്റ്, കാര്യങ്ങൾ അവർക്ക് അനുകൂലമാണ് എന്ന് കാണുമ്പോൾ വലിയ ആവേശത്തില്, വലിയ വീറില്, വാശിയില്, വലിയ വായിൽ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തോൽവിയാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് സന്ധി വേണം, പിന്മാറണം, യുദ്ധം അവസാനിപ്പിക്കണം, ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അവര് എന്തെങ്കിലും കരാറ് പാലിക്കുകയോ, ഒരിക്കൽ പോലും കരാറിനോട് മാന്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്കാരം തന്നെ അവർക്കില്ല. അവസരം കിട്ടുമ്പോഴൊക്കെയും ചതിക്കുക എന്നതാണ്, അക്രമം അഴിച്ചു വിടുക, ക്രൂരത ചെയ്യുക എന്നതാണ് അവർ ശീലിച്ചു വന്നിട്ടുള്ള കാര്യം. അള്ളാഹു ഈ ഒരു മനോഘടനയെ വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ വ്യക്തമാക്കുന്നത്. ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈർ, നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ പ്രാർത്ഥന ഒരിക്കലും അവനെ സംബന്ധിച്ചിടത്തോളം മടുപ്പുള്ളതാവുകയില്ല. അവൻ അതിൽ നിന്ന് പിന്തിരിയാനോ അല്ലെങ്കിൽ വയ്യ എന്ന് കരുതാനോ സന്നദ്ധനാവുകയില്ല. ഖൈറാണ് അവൻ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നിലക്കുമുള്ള അഭിവൃദ്ധി, അവന്റെ തന്നെ ക്ഷേമം,
അവന്റെ കുടുംബം, മക്കള്, അങ്ങനെയുള്ള ജീവിതാഭിലാഷങ്ങള് വളരെ നന്നായി പൂവണിയുന്ന ജീവിതാനുഭവങ്ങൾ. ഇങ്ങനെയുള്ള ഖൈറാത്തുകളാണ് മനുഷ്യൻ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പോഴും അവന് ആവേശമാണ്. അങ്ങനെ ഖൈറാത്ത് ഉണ്ടാവാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ പ്രാർത്ഥന, മനുഷ്യന്റെ തേട്ടം, മനുഷ്യന്റെ അന്വേഷണം, അതിന് മനുഷ്യന് ഒരിക്കലും തന്നെ ഒരു മടുപ്പുണ്ടാവുന്നില്ല. അപ്പോ ദുആ ഉൽ ഖൈർ എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ദുആ ഉൽ ഖൈർ എന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്ന് ധരിക്കേണ്ടതില്ല. നന്മക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഭൗതിക അർത്ഥത്തില് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഭൗതിക നേട്ടങ്ങളുടെ സഫലീകരണം, ഇതിനായിട്ടുള്ള മനുഷ്യന്റെ കൊതി, അത് അതിന്റെ ആർത്തിയോടുകൂടി തന്നെ നിലനിന്നു പോകും, നടന്നു പോകും. അതിലവനൊരു മടുപ്പുമില്ല. എത്ര കിട്ടിയാലും, എത്ര സമ്പന്നനായാലും, എത്ര സൗഭാഗ്യങ്ങള് നേടിയാലും അത് മതി എന്ന് തോന്നിയിട്ട് അത് തുടർന്ന് അതിനുള്ള അന്വേഷണവും തേട്ടവും അവൻ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോ ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈർ, ഭൗതികമായ നേട്ടങ്ങളെയും അഭിവൃദ്ധിയെയും നന്മയെയും ക്ഷേമത്തെയും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ പ്രയത്നവും അന്വേഷണവും തേട്ടവും, അതിന് മനുഷ്യന് ഒരിക്കലും തന്നെ ഒരു മടുപ്പും ഉണ്ടാവുകയില്ല. എന്നിട്ടോ വൈം മസ്സഹു ശർറു, അവനെ ഒരു ദുരന്തം, ഒരു ദുരിതം, ഒരു പ്രയാസം ഒക്കെ ബാധിച്ചു എന്ന് വെക്കുക. അപ്രതീക്ഷിതമായിട്ട് ഒരു തിരിച്ചടി ഉണ്ടായി, ഭാഗ്യദോഷം ഉണ്ടായി, അല്ലെങ്കിൽ പ്രയാസം അനുഭവപ്പെട്ടു എങ്കിൽ, ഒരു ഷർറ് എന്ന് പറയാവുന്ന ഒരു സംഗതി അവനെ സ്പർശിച്ചുവെങ്കിൽ ഫയഊസുൻ ഖനൂത്ത്, അവന് അങ്ങേയറ്റം നിരാശ ബാധിച്ചവനും മനം ചത്തവനുമായിട്ട് മാറുന്നു, മനം ഇടിഞ്ഞവനായിട്ട് മാറുകയാണ്. നേരത്തെ വലിയ പ്രതീക്ഷയില് വലിയ വലിയ ഭൗതിക സ്വപ്നങ്ങളുമായി നടന്നിരുന്ന മനുഷ്യനാണ് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങേയറ്റത്തെ നിരാശയിൽ ചെന്ന് പതിക്കുകയാണ്. ഇത് ഭൗതിക താല്പര്യങ്ങളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രകൃതമാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗം അവലംബിച്ചുകൊണ്ട് വിശ്വാസപാതയിൽ നീങ്ങുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖൈറാത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും തേട്ടവും ഒക്കെ അവന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് നടക്കുന്നവനല്ല ഒരു സത്യവിശ്വാസി. മാത്രവുമല്ല, ദൈവിക മാർഗത്തിൽ പുണ്യം ചെയ്യാൻ, നന്മ ചെയ്യാൻ ഉപകരിക്കുന്ന വിധത്തില് തനിക്ക് ഭൗതിക അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് അവൻ. വാരിക്കൂട്ടാനോ മറ്റുള്ളവരെ കവച്ചു വെക്കാനോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടുള്ള ഭൗതിക അഭിവൃദ്ധിയല്ല അവൻ തേടുന്നത്. അപ്പോ വിശ്വാസിയുടെ സമ്പത്തിനോടും അഭിവൃദ്ധിയോടും ഒക്കെയുള്ള നിലപാടും നിഷേധിയുടെ നിലപാടും രണ്ടും രണ്ടാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. സാധാരണ വിശ്വാസം ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യൻ, അവന് അഭിവൃദ്ധി തേടിക്കൊണ്ടുള്ള അവന്റെ പ്രയത്നങ്ങൾക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വൈം മസ്സഹു ശർറു, എന്തെങ്കിലും ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ ദുരിതമോ ദൂഷ്യഫലമുളവാക്കുന്ന വല്ല അനുഭവമോ ഒക്കെ ഉണ്ടായാൽ അവൻ എളുപ്പത്തില് യഊസും ഖനൂത്തുമായി മാറുകയാണ്. യഊസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിരാശയിൽ അകപ്പെട്ടവൻ. ഖനൂത്ത് എന്ന് പറഞ്ഞാല് സമാനമായ അർത്ഥം തന്നെയാണ്. മനം ഇടിഞ്ഞവനോ മനം ചത്തവൻ എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡെസ്പറേറ്റ് ആയി മാറുകയാണ്. യാതൊരു പ്രതീക്ഷയും അവശേഷിക്കാത്ത ഒരാളുടെ ഒരവസ്ഥ. വിശ്വാസ മാർഗത്തില് നിലകൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക അർത്ഥത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാൽ, ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതൊന്നും അവനെ നിരാശപ്പെടുത്തുകയില്ല. അള്ളാഹുവിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് സമർപ്പണ ബോധത്തോടുകൂടി പ്രയത്നങ്ങളിൽ ഏർപ്പെടാനും അവസാന ശ്വാസം വരെ അള്ളാഹുവിന് സമർപ്പിച്ചവനായിക്കൊണ്ട് പ്രയത്നിച്ച് മരിക്കാനുമാണ് അവൻ ആഗ്രഹിക്കുക. അവന്റെ തേട്ടം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നതും മാത്രമായിരിക്കും. ഭൗതിക
മായ സുഖലോലുപതക്ക് ഉള്ള ഉപാധികളായുള്ള ജീവിത ഉപാധികളായ കാര്യങ്ങൾ, ഖൈറാത്തുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തകർന്നുപോയി, നശിച്ചുപോയി എന്നതിന്റെ പേരിൽ അവര് നിരാശ കൊണ്ട് ആർത്തു വിളിക്കുന്നവരായി മാറുകയില്ല. തെലവീവിലെ ചില ചിത്രങ്ങള് നമുക്ക് മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് കാണുമ്പോൾ, ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എത്ര ദുർബലമായ, എത്ര ഉപകാരപ്രദമല്ലാത്ത വിശ്വാസത്തിന്റെ ആളുകളാണ് അവര് എന്നത് കാണാൻ കഴിയും. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നത് അവരെ ആകെ വെപ്രാളപ്പെടുത്തുകയാണ്. നേരത്തെ അനുഭവിച്ചിരുന്ന ജീവിത സുഖ സൗകര്യങ്ങളില്ലാതെയായി, അവര് കാരണമായി ചുറ്റുപാടുമുള്ള പല സമൂഹങ്ങളും അനുഭവിച്ചിരുന്ന ദുരിതങ്ങളുടെ ഒരു തരിമ്പെങ്കിലും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതോടുകൂടി അവർ അങ്ങേയറ്റത്തെ നിരാശയുടെ ആളുകളായി, ആർത്തു വിളിച്ച് കരയുന്നവരായി, വെപ്രാളപ്പെടുന്നവരായി, യാചിക്കുകയും കെഞ്ചുകയും ചെയ്യുന്നവര് ആയി മാറുകയാണ്. വിശ്വാസികളുടെ പ്രകൃതി അതല്ല. അവർ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് സഹനം അവലംബിക്കുകയാണ് ചെയ്യുക എന്നത് നമുക്ക് ഈമാന്റെ പ്രതിഫലനം പ്രകടമാവുന്ന ഭൂപ്രദേശങ്ങളിൽ അവരേറ്റുവാകുന്ന ദുരിതങ്ങളുടെ അവസ്ഥയിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോ അവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിലകൊള്ളുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദുആ ഉൽ ഖൈർ ഒരു മടുപ്പും ഉളവാക്കില്ല. ഖൈറുണ്ടാവാൻ വേണ്ടിയുള്ള ദുആ, തേട്ടം, അത് പ്രാർത്ഥനയാവാം, അന്വേഷണമാവാം, പ്രയത്നമാവാം, അതിനൊന്നും അവനൊരു മടുപ്പും ഉണ്ടാവില്ല. എന്നാൽ ഒരു ഷെർ അവനെ ബാധിച്ചാൽ അവൻ അങ്ങേയറ്റത്തെ നിരാശ ഉള്ള യഊസും അതുപോലെ ഖനൂത്തുമായിട്ട് മാറുകയാണ്. സകല പ്രതീക്ഷയും അസ്തമിച്ചവനായി അവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ വിധത്തിലാണ് അവന്റെ പ്രതികരണങ്ങൾ ഉണ്ടാവുക. ഇനി അള്ളാഹു പറയുകയാണ്, വല ഇൻ അദഖ്നാഹു റഹ്മതൻ മിന്ന മിൻ ബഅദി ളറാഅ മസ്സതുഹു. ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നതിന് ശേഷം നാം അവരെ ഒരു കാരുണ്യം അനുഭവിപ്പിച്ചു എന്ന് വിചാരിക്കുക. നാം അവന് കാരുണ്യം രുചിപ്പിച്ചു. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ രുചി അറിയാൻ അവർക്ക് അള്ളാഹു ഒരു അവസരം കൊടുക്കുകയാണ്. എന്തിനു ശേഷം? മിൻ ബഅദി ളറാഅ മസ്സതുഹു. അവരെ പിടികൂടിയ ഒരു വലിയ ദുരിതപൂർണമായ അവസ്ഥക്ക് ശേഷം അള്ളാഹുവിന്റെ കാരുണ്യം നൊട്ടി നുണയാൻ അള്ളാഹു അവർക്ക് ഒരു അവസരം നൽകിയാലോ എന്ന് പറഞ്ഞ, ഒരല്പം തലപൊക്കാൻ അവസരം കിട്ടിയാൽ, ഒന്ന് എണീറ്റ് നിൽക്കാൻ സാധിച്ചാൽ, സ്വന്തം കാലിൽ നിലക്കൊള്ളാനോ ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം അയക്കാനോ വളരെ നിർവൃതിയോടുകൂടി ഭക്ഷണം കഴിക്കാനോ ഒക്കെ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും അവന്റെ പ്രതികരണം? അത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ നിഅമത്താണ് എന്ന് കരുതിക്കൊണ്ട് അവര് ശുക്രിന്റെ സുജൂദിൽ വീഴാണോ ചെയ്യുക? ഒരിക്കലുമല്ല. മറിച്ച് അവര് നിലപാട് തന്നെ മാറിയവരാകും. അവര് പറയുക ഇങ്ങനെയാണ്, ലയഖൂലന്ന ഹാദാ ലീ, ഇതെന്റേതാണ്. ഈ സ്വാസ്ഥ്യം, ഈ കനവ് അനുഭവിച്ചല്ലോ. ഇപ്പോ കാരുണ്യത്തിന്റെ സ്പർശനം അവർ അനുഭവിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന് കാരണമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്ന ആ സംഗതികളൊക്കെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറയുക, ഇതെന്റേതാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്റെ അർഹതയാണ്, എന്റെ മെറിറ്റ് കൊണ്ട്, എന്റെ അർഹത കാരണമായി, എന്റെ യോഗ്യത കാരണമായി എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ. അതൊക്കെ ഞാൻ അർഹിക്കുന്നത് തന്നെയാണ് എന്നാണ് അവന് സ്വയം വലിപ്പം കാണിച്ചുകൊണ്ട്, സ്വയം പൊക്കി പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. ലയഖൂലന്ന ഹാദാ ലീ. എന്നാലോ വമാ അളുന്നു സാഅത ഖായിമതൻ. അപ്പോഴേക്ക് അവന് ഒരു അന്ത്യസമയം എന്ന കാര്യത്തിലുള്ള വിശ്വാസം തീരെ ഇല്ലാതായി. അവൻ പറയുന്നത്, ഒരു അന്ത്യസമയം എന്ന് പറഞ്ഞ ഒരു സംഗതിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വല ഇറുജിഅ്തു ഇലാ റബ്ബി, ഇനി അഥവാ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരികെ അയക്കപ്പെടുകയാണ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ, ഇന്ന ലീ ഇൻദഹു ലൽ ഹുസ്ന, അവന്റെ അടുക്കൽ എനിക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. ഹുസ്ന എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ക്ഷേമ കാര്യങ്ങളും മാത്രമേ എനിക്ക് അവിടെ ഉണ്ടാവുള്ളൂ.
കാരണം അവന് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് അവൻ എനിക്ക് ഒരുപാട് ഖൈറ് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്നെ അവന് ഇഷ്ടമാണ്. ഞാൻ മരിച്ചു ചെല്ലുകയാണെങ്കിൽ അവിടെയും അവൻ എനിക്ക് ഹുസ്ന അല്ലെങ്കിൽ ഖൈറ് തന്നെ ആയിരിക്കും തരിക എന്നാണ് അവന്റെ വീമ്പു പറച്ചിൽ. ഇതൊക്കെ എന്റെ യോഗ്യതയും അർഹതയും കാരണമായിട്ട്. ബനൂ ഇസ്രായേലിന്റെ ഒരു മനസ്ഥിതി തന്നെ ഇതാണ്. അവര് നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു എന്ന് സ്വയം നിഗളിപ്പോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അവന് പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ ഇസ്രായേലിന്റെ മക്കളാണ്, ഇസ്രായേൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണ്, അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായ ഇസ്രായേലിന്റെ പിന്മുറക്കാരാണ് ഞങ്ങള്. ഞങ്ങൾക്ക് ഒരിക്കലും ദുരിതം ഏൽക്കേണ്ടി വരില്ല, ഞങ്ങള് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് അവര് ചരിത്രത്തിലുടനീളം കാണിച്ചിരുന്ന ഒരു നിഗളിപ്പിന്റെ ലക്ഷണമായിട്ട് കാണാവുന്ന ഒരു കാര്യം. അപ്പൊ അള്ളാഹു ഒരു ദുരന്തം അനുഭവിച്ച കൂട്ടരെ അല്പം ആശ്വാസം അനുഭവിക്കാൻ, ദൈവിക കാരുണ്യം രുചിച്ചറിയാൻ അവർക്കൊരു അവസരം നൽകിയാൽ അവർ അള്ളാഹിനെ തന്നെ മറന്നുകൊണ്ടുള്ള യാതൊരു വിധത്തിലുള്ള എളിമയും കൃതജ്ഞതയും ഒന്നും പ്രകടമല്ലാത്ത സംസാരത്തിലാണ് ഏർപ്പെടുക. അവർ പറയുക എന്താണ്? ഹാദാലി, ഇതൊക്കെ എന്റേതാണ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയും എന്റെ അർഹത കാരണമായി എനിക്ക് ലഭ്യമായതാണ്. ഇനി ഒരു സാഴത്ത് അന്ത്യസമയം അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സമയം ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒമാ അലുന്നു സാഴത്ത് ഖായിമത്ത്, ഒരു അന്ത്യസമയം നിലവിൽ വരും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. വല ഇൻ റുജിഅ്തു, ഇനി അങ്ങനെ ഒരു അന്ത്യസമയം ഉണ്ട് എന്ന് വെക്കുക, എന്നിട്ട് ഞാൻ തിരികെ അയക്കപ്പെടുന്നു എന്നും വെക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്നലീ ഇൻദഹു ലൽ ഹുസ്ന, എനിക്കായി അവന്റെ അടുക്കല് ഹുസ്ന എന്ന് വിളിക്കപ്പെടാവുന്ന നന്മകളോ ഖൈറാത്തുകളോ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് അവിടെ ഒരു ദുരിതവും ഏറ്റുവാങ്ങേണ്ടി വരില്ല. ഇതാണ് മൂഢമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ അർദ്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾ പ്രതികരിക്കുന്ന ഒരു രീതി. എന്നാൽ അള്ളാഹു അതിനോടുള്ള പ്രതികരണമായിട്ട് ഇവിടെ പറയുന്നത് നോക്കുക. ഫല നുനബി അന്നല്ലദീന കഫറു, ഈ നിഷേധികൾക്ക് അവരെ നാം അറിയിക്കുക തന്നെ ചെയ്യും. അവർക്ക് നാം ഒരു നബഅ് കൊടുക്കുന്നുണ്ട്, അവരെ നാം ഒരു വിവരം അറിയിക്കുന്നുണ്ട്. ഫല നുനബി അന്നല്ലദീന കഫറു, അല്ലദീന കഫറു എന്നാണ് അള്ളാഹു അവരെ പരാമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിഷേധികൾ. ഈ നിഷേധികൾക്ക് നാം ഒരു അറിവ് പകർന്നു കൊടുക്കാൻ പോവുകയാണ്. അവരെ ഒരു കാര്യം നാം അറിയിക്കുകയാണ്. എന്താണ്? അല്ലദീന കഫറു ബിമാ അമിലു, അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവരെന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിന്റെ പേരിൽ അത് അവരർഹിക്കുന്നത് എന്താണ് എന്നത് സംബന്ധമായി, അവരുടെ കർമ്മങ്ങൾക്കൊക്കെയുള്ള ഫലമായി അവരെ ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്ത് തരം പ്രതിഫലമാണ് എന്ന സംഗതി നാം അവരെ അറിയിക്കാൻ പോവുകയാണ്. വലനുദീഖന്നഹും, നാം അവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. മിൻ അദാബിൻ ഗലീദ്, വളരെ പരുഷമായ ശിക്ഷ, പരുഷതയുള്ള ദൈവിക ശിക്ഷ, പാരുഷ്യം നിറഞ്ഞ ദൈവിക ശിക്ഷ നാം അവരെ അനുഭവിപ്പിക്കുകയും ചെയ്യും. ഇതാണ് അള്ളാഹു പറയുന്നത്. അവരുടെ കർമ്മഫലം എന്താണ് എന്നത് നാം അവരെ അറിയിക്കാൻ പോവുകയാണ്. അവര് കരുതുന്നത് തങ്ങള് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരികെ അയക്കപ്പെട്ടാലും അവിടെയും അവർക്ക് സുഭിക്ഷതയാവും, അവിടെയും അവർക്ക് നന്മയാകും, അവിടെയും അവർക്ക് ഖൈറാത്ത് ലഭിക്കും എന്നാണല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ കർമ്മം, അവരുടെ പ്രവർത്തനങ്ങളും നിലപാടുകളും ഒക്കെ കാരണമായി അവർ എന്ത് അർഹിക്കുന്നവരായിട്ടാണ് മാറിയിട്ടുള്ളത് എന്നത് വളരെ വൈകാതെ തന്നെ നാം അവരെ അറിയിക്കാൻ പോവുകയാണ്. എന്നിട്ടോ കൂടാതെ കണ്ട അവരെ ദൈവിക ശിക്ഷയുടെ പാരുഷ്യം എന്ത് എന്നത് നാം അവരെ രുചിച്ചറിയാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യും. വല നുദീഖന്നഹും, നാം അവരെ രുചിപ്പിക്കുക തന്നെ ചെയ്യും. മിൻ അദാബിൻ ഗലീദ്, ദൈവിക ശിക്ഷ എന്ന വളരെ പരുഷമായ യാഥാർത്ഥ്യം. ആ സംഗതി എത്ര പരുഷമായതാണ് എന്നത്, എത്ര കാഠിന്യമുള്ളതാണ് എന്നത്
അവര് വൈകാതെ തന്നെ രുചിച്ചറിയാനും പോകുന്നുണ്ട്. അവരുടെ പ്രതീക്ഷ പോലെയല്ല, അവരുടെ അമാനി എന്ന് ഖുർആൻ ഒരിടത്ത് പറയുന്ന കാണുന്നുണ്ട്. അമാനി അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിന്റെ വ്യാമോഹം പോലെയല്ല കാര്യങ്ങൾ. അതുപോലെ മുശ്രിക്കുകൾ വ്യാമോഹിക്കുന്നത് പോലെയല്ല അവരെ കാത്തിരിക്കുന്ന പരിണതി. മറിച്ച് അവരെ അങ്ങേയറ്റം സ്തബ്ധരാക്കി കളയുന്ന, അങ്ങേയറ്റം അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദൈവിക ശിക്ഷയുടെ പാരുഷ്യമാണ് അവര് രുചിച്ചറിയാനിരിക്കുന്നത് എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ മുൻകൂട്ടി പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ 49, 50 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുകയുണ്ടായിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.